ഇടുക്കിയിൽ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള കലക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം. നടപടി വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ച ജീപ്പ് ഉടമകളും വ്യാപാരികളും പ്രതിഷേധിച്ചു. അപകടങ്ങളുടെ പേരിൽ ട്രക്കിംഗ് പൂർണ്ണമായും നിർത്തരുതെന്നാണ് ഇവരുടെ ആവശ്യം. നിരവധി പേരുടെ ഉപജീവന മാർഗമാണ് ഇടുക്കിയിൽ ജീപ്പ് സഫാരി. ടൂറിസം മേഖലയിൽ ട്രക്കിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിരോധന നടപടി ടൂറിസം മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വലിയ പ്രതിഷേധമാണ് നിരോധന ഉത്തരവിനെതിരെ ഉയരുന്നത്. CITUവിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ആനച്ചാൽ റോഡ് ഉപരോധിച്ചു. 1.25 ലക്ഷം രൂപ നമുക്ക് മുടക്കമല്ലാവുന്നുണ്ട് അല്ലേ? നമ്മുടെ ഉപജീവന മാർഗം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല. INTUC കുമളി DTDC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അതെന്താണെന്ന് പരിശോധിച്ച് അതിനുവേണ്ട ഉചിതമായ നടപടിയെടുക്കുന്നതിന് വേണ്ടും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ഓഫ് റോഡ് ഡ്രൈവിംഗ് ജീപ്പ് സഫാരികളും നിർത്തിവെക്കണം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റിക്ക് മനസ്സിലാകുന്നില്ല. നിരന്തരമുണ്ടാക്കുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനമെന്നാണ് കളക്ടറേറ്റിന്റെ വിശദീകരണം. വേണ്ടത്ര സുരക്ഷയോ പരിശീലനമോ ഇല്ലാതെയാണ് ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നത്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ജീപ്പ് സഫാരിക്ക് അനുമതി നൽകുകയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മീഡിയ 1 ഇടുക്കി.